ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്നത് മാത്രമല്ല, ആർക്കൊക്കെ വോട്ട് ചെയ്യാൻ അവകാശമുണ്ട് എന്നതാണ് അതിലും പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ ഈ ചോദ്യം വീണ്ടും ശക്തമായി ഉയരുകയാണ്. കാരണം SIR സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ, വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിശോധന. ഇത് വെറും ഒരു വോട്ടർ പട്ടിക പുതുക്കൽ നടപടിയാണോ? അതോ ഇന്ത്യയിൽ ആരാണ് യഥാർത്ഥ പൗരൻ, ആർക്കാണ് രാഷ്ട്രീയ അവകാശം, ആരാണ് രാജ്യത്തിന്റെ ഭാഗം എന്നതിനെ തന്നെ മാറ്റി എഴുതുന്ന ഒരു പ്രക്രിയയാണോ? സാമൂഹിക പ്രവർത്തകനും എഴുത്തുകാരനുമായ ഹർഷ് മന്ദർ എഴുതിയ പുതിയ ലേഖനം ഉയർത്തുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്. SIRന് ശേഷം ഇന്ത്യയുടെ സെക്യുലർ ജനാധിപത്യം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഭീഷണിയിലാണോ? 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് ആദ്യം പോകാം. അന്ന് വലിയൊരു ആശങ്കയുണ്ടായിരുന്നു. BJPക്ക് വീണ്ടും വ്യക്തമായ ഭൂരിപക്ഷം കിട്ടിയാൽ ഭരണഘടന തന്നെ മാറ്റാനുള്ള ശ്രമം ഉണ്ടാകുമോ? പ്രത്യേകിച്ച് മതസ്വാതന്ത്ര്യം, ന്യൂനപക്ഷങ്ങളുടെ തുല്യ പൗരത്വം അപകടത്തിലാകുമോ? പക്ഷെ ഫലം വന്നപ്പോൾ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ല. അപ്പോൾ പലരും കരുതി അപകടം മാറി. പക്ഷെ ഹർഷ് മന്ദർ പറയുന്നത് അതിന്റെ നേർ വിപരീതമാണ്. അദ്ദേഹത്തിന്റെ വിലയിരുത്തലിൽ 2024 തിരിച്ചടി BJPയെ പിന്നോട്ടടിപ്പിച്ചില്ല, മറിച്ച് കൂടുതൽ ശക്തമായി രാഷ്ട്രീയ സംവിധാനത്തെ സ്വാധീനിക്കാനുള്ള ശ്രമത്തിലേക്ക് നയിച്ചു. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി അദ്ദേഹം കാണുന്നത് SIR ആണ്. ഇനി SIR എന്താണ് ചെയ്യുന്നത്? ലളിതമായി പറഞ്ഞാൽ വോട്ടർ പട്ടിക പരിശോധിക്കുന്നു. അർഹരല്ലാത്തവരുടെ പേരുകൾ ഒഴിവാക്കുക എന്നത് ജനാധിപത്യത്തിൽ അസാധാരണമായ കാര്യമല്ല. വോട്ടർ മരിച്ചിട്ടുണ്ടെങ്കിൽ, സ്ഥലം മാറിയിട്ടുണ്ടെങ്കിൽ, ഒരാൾക്ക് ഒന്നിലധികം സ്ഥലങ്ങളിൽ പേരുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് തീർച്ചയായും ആവശ്യമാണ്. പക്ഷേ പ്രശ്നമുയരുന്നത് മറ്റൊരിടത്താണ്. ഒരു പൗരന് തന്റെ പേര് വോട്ടർ പട്ടികയിൽ നിലനിർത്താൻ ആവശ്യമായ രേഖകൾ തെളിയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇന്ത്യയിലെ കോടിക്കണക്കിന് സാധാരണക്കാരുടെ ജീവിതം നോക്കൂ. ഗ്രാമത്തിൽ ജനിച്ച ഒരാൾ, ജനന സർട്ടിഫിക്കറ്റ് ഇല്ല, സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടില്ല, പാസ്പോർട്ട് ഇല്ല, വാടക വീട്ടിലാണ് താമസം, സ്ഥിരമായ രേഖകൾ കുറവാണ്. അയാൾക്ക് ദശാബ്ദങ്ങളായി വോട്ട് ചെയ്യാം. പക്ഷെ ഒരു ഘട്ടത്തിൽ ഭരണകൂടം ചോദിക്കുന്നു, നിങ്ങൾ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കൂ. അപ്പോൾ ചോദ്യം മാറുകയാണ്. ഇനി സർക്കാർ ഒരു പൗരന് അവകാശം നൽകുന്നതല്ല, പൗരന്റെ തന്നെ അവകാശം തെളിയിക്കേണ്ടത് അവസ്ഥയാണ്. ലേഖനത്തിൽ മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ RS ശർമ്മ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രശ്നം ഇതാണ്. രേഖകളില്ലാത്തതിന്റെ കാരണം പലപ്പോഴും പൗരന്റെ കുറ്റമല്ല. പതിറ്റാണ്ടുകളായി ജനങ്ങൾ പോലും കൃത്യമായി രജിസ്റ്റർ ചെയ്യാത്ത ഒരു രാജ്യത്ത് രേഖകളുടെ അഭാവം ഭരണകൂടത്തിന്റെ പരാജയവുമാകാം. ഇവിടെയാണ് മറ്റൊരു പ്രധാന ചോദ്യം. SIR എല്ലാവരെയും ഒരുപോലെ ബാധിക്കുമോ? ലേഖകൻ പറയുന്നത് അതല്ല. മൈഗ്രന്റ് തൊഴിലാളികൾ, ദരിദ്രർ, അനൗപചാരിക മേഖലയിൽ ജോലി ചെയ്യുന്നവർ, ദളിതർ, ആദിവാസികൾ, രേഖകളുടെ കുറവുള്ള ഗ്രാമീണ ജനങ്ങൾ, മുസ്ലിംകൾ, ഇവരാണ് രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകളിൽ കൂടുതൽ അപകടത്തിലാകുന്ന വിഭാഗങ്ങൾ എന്നാണ് ലേഖനത്തിന്റെ വാദം. അതായത് ജനാധിപത്യത്തിൽ എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണെങ്കിലും രേഖകളുടെ ലോകത്ത് എല്ലാവരും ഒരേ നിലയിലല്ല നിൽക്കുന്നത്. ഇതോടൊപ്പം മറ്റൊരു വലിയ വിഷയം ലേഖനം ഉയർത്തുന്നു. അത് പൗരത്വത്തിന്റെ നിർവചനം തന്നെയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ സ്വീകരിച്ച അടിസ്ഥാന ആശയം എന്തായിരുന്നു? നിങ്ങൾ ഹിന്ദു ആയാലും, മുസ്ലിം ആയാലും, ക്രിസ്ത്യാനിയായാലും, സിഖ് ആയാലും, ഏത് ജാതിയിലോ ഭാഷയിലോ പെട്ടവനായാലും നിങ്ങൾ ഇന്ത്യക്കാരനാണെങ്കിൽ തുല്യ പൗരനാണ്. ഇതാണ് ഭരണഘടനയുടെ അടിസ്ഥാന സങ്കല്പം എന്ന് ലേഖകൻ ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദശാബ്ദങ്ങളായി പൗരത്വത്തെ മതപരമായ തിരിച്ചറിയലുമായി ബന്ധിപ്പിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടായതായി ലേഖനം വാദിക്കുന്നുണ്ട്. 1985 മാറ്റങ്ങൾ, 2003 സിറ്റിസൺഷിപ്പ് ആക്ട് ഭേദഗതികൾ, തുടർന്ന് 2019 സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട്. പ്രത്യേകിച്ച് 2019 നിയമം മുസ്ലിംകളെ ഒഴിവാക്കി ചില മതവിഭാഗങ്ങളിൽപ്പെട്ട അൺഡോക്യുമെന്റഡ് മൈഗ്രൻസിന് വേഗത്തിൽ പൗരത്വം നൽകാനുള്ള വ്യവസ്ഥ കൊണ്ടുവന്നത് വലിയ രാഷ്ട്രീയ ഭരണഘടനാ വിവാദത്തിന് കാരണമായിരുന്നു. അതിനെതിരെ രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങളും നടന്നു. പക്ഷെ ഇപ്പോൾ ലേഖകൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. CAA, NRC ചർച്ചകൾക്ക് ശേഷം വന്ന അതേ രാഷ്ട്രീയ ആശങ്കകൾ SIR വഴി മറ്റൊരു രൂപത്തിൽ തിരിച്ചു വരികയാണോ? ഇവിടെ SIRന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രത്യാഘാതം വരുന്നു. വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല. വോട്ട് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ ശബ്ദം ഇല്ലാതാകും. ഒരു സമൂഹത്തിലെ വലിയൊരു വിഭാഗത്തിന്റെ വോട്ടവകാശം നഷ്ടപ്പെട്ടാൽ അവരുടെ രാഷ്ട്രീയ സ്വാധീനം കുറയും. അതുകൊണ്ടാണ് ലേഖനം പറയുന്നത്, ജനാധിപത്യം എന്നത് വെറും വോട്ടെടുപ്പ് ദിവസം വോട്ട് ചെയ്യുന്നതല്ല. വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടായിരിക്കുക എന്നതും ജനാധിപത്യത്തിന്റെ അടിസ്ഥാന അവകാശമാണ്. ലേഖനത്തിൽ പറയുന്ന കണക്കനുസരിച്ച് SIR പ്രക്രിയയിൽ ഏകദേശം 6.5 കോടി വോട്ടർമാരുടെ പേരുകൾ നീക്കം ചെയ്യപ്പെട്ടതായി അവകാശപ്പെടുന്നു. ഇത്ര വലിയ തോതിലുള്ള കുറവ് സാധാരണ ജനസംഖ്യാ മാറ്റങ്ങൾ കൊണ്ട് മാത്രം വിശദീകരിക്കാൻ കഴിയുമോ എന്ന ചോദ്യവും അവർ ഉയർത്തുന്നുണ്ട്. ഇതിനെ ഹർഷ് മന്ദർ അടക്കമുള്ള വിമർശകർ ഒരു സാധാരണ അഡ്മിനിസ്ട്രേറ്റീവ് കറക്ഷനായി കാണുന്നില്ല. ഇലക്ട്രൽ എഞ്ചിനീയറിംഗ് എന്ന ആരോപണമാണ് അവർ ഉയർത്തുന്നത്. അതായത് ആരാണ് വോട്ട് ചെയ്യുന്നത് എന്നതിലുപരി ആർക്കാണ് വോട്ട് ചെയ്യാൻ അവസരം ലഭിക്കുന്നത് എന്നതിനെ തന്നെ സ്വാധീനിക്കുന്ന രാഷ്ട്രീയം. പക്ഷെ ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമായി പറയണം. SIR എന്ന നടപടിയുടെ ഔദ്യോഗിക വാദം അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുകയും വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുകയും ചെയ്യുക എന്നതാണ്. അതിനാൽ ഓരോ പേരും നീക്കം ചെയ്തതിനെ രാഷ്ട്രീയ ഗൂഢാലോചനയെ പ്രഖ്യാപിക്കുന്നത് ശരിയായ സമീപനവുമല്ല. പക്ഷേ മറുവശത്ത് ഇത്ര വലിയ തോതിലുള്ള വോട്ടർ ഒഴിവാക്കൽ നടക്കുമ്പോൾ സുതാര്യതയും ഡ്യൂ പ്രോസസ്സും ഉറപ്പാക്കേണ്ടതും അത്ര തന്നെ പ്രധാനമാണ്.
കാരണം തെറ്റായ ഒരാളുടെ പേര് നീക്കം ചെയ്താൽ അതൊരു ഡാറ്റ എൻട്രി തെറ്റല്ല, അതൊരു പൗരന്റെ ജനാധിപത്യ അവകാശം നഷ്ടപ്പെടുന്നതാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്, അതായത് എല്ലാ പ്രായപൂർത്തിയായ പൗരന്മാർക്കും തുല്യ വോട്ടവകാശം, ഒരു ഉറപ്പുള്ള അവകാശമാണോ, അതോ ഭരണകൂടത്തിന്റെ പരിശോധനാ നടപടികളിലൂടെ എപ്പോൾ വേണമെങ്കിലും ചോദ്യം ചെയ്യാവുന്ന ഒന്നാണോ? ഇതാണ് യഥാർത്ഥ ചർച്ച. ഇത് BJP മാത്രം കുറിച്ചുള്ള ചർച്ചയല്ല, ഇത് കോൺഗ്രസിനെ കുറിച്ച് മാത്രമുള്ള ചർച്ചയല്ല, ഇത് മുസ്ലിങ്ങളെ കുറിച്ച് മാത്രമുള്ള ചർച്ചയുമല്ല, ഇതൊരു പൗരന്റെ അവകാശത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. ഇന്നൊരു വിഭാഗത്തിന്റെ പേര് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു എന്ന് നാം കണ്ടു നിൽക്കുകയാണെങ്കിൽ നാളെ അതേ സംവിധാനത്തിന്റെ ഇര ആരായിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ജനാധിപത്യത്തിന്റെ ശക്തി ഭൂരിപക്ഷത്തിന്റെ അധികാരത്തിൽ മാത്രമല്ല, ഭൂരിപക്ഷം ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലാണ്. ഇന്ത്യ ഒരു ഹിന്ദു ഭൂരിപക്ഷ രാജ്യമാണ് എന്നതൊരു ഡെമോഗ്രാഫിക് ഫാക്ട് ആയിരിക്കാം. പക്ഷെ ഇന്ത്യ ഹിന്ദുക്കൾക്ക് മാത്രമുള്ള രാജ്യമല്ല, ഇത് ഭരണഘടനയുടെ ആശയമാണ്. മുസ്ലിംകൾക്കും ക്രിസ്ത്യാനികൾക്കും സിഖിനും ബുദ്ധനും ദളിതനും ആദിവാസിക്കും നാസ്തികനും എല്ലാവർക്കും ഒരുപോലെ ഇന്ത്യക്കാരനായി ജീവിക്കാനും വോട്ട് ചെയ്യാനും ഭരണകൂടത്തെ ചോദ്യം ചെയ്യാനും അവകാശങ്ങൾ ആവശ്യപ്പെടാനും കഴിയണം. അതാണ് സെക്യുലർ ജനാധിപത്യത്തിന്റെ അർത്ഥം. അതുകൊണ്ട് SARനെ കുറിച്ചുള്ള യഥാർത്ഥ ചോദ്യം ആരാണ് അനധികൃത കുടിയേറ്റക്കാരൻ എന്നത് മാത്രമല്ല, അതിലും വലിയ ചോദ്യം ആരാണ് ഇന്ത്യക്കാരൻ എന്ന് തീരുമാനിക്കുന്ന അധികാരം ആരുടെ കയ്യിലാണ്?